ഒരു ഗുരുവിന് തൻ്റെ ആശ്രമത്തിലെ ഒരു ശിഷ്യന് ഒരാഴ്ചയ്ക്കുള്ളിൽ മരണം സംഭവിക്കുമെന്ന് ദർശനം ലഭിച്ചു. ഗുരു അയാളെ വിളിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ പോകുമ്പോൾ ഒരു ദ്വാരത്തിലേക്ക് വെള്ളമിറങ്ങുന്നതും അതിൽ പാർത്തിരുന്ന ഉറുമ്പുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കണ്ടു. അയാൾക്ക് ഉറുമ്പുകളോട് അലിവ് തോന്നി. അയാൾ കുറേ ഇലകൾ പറിച്ച് ദ്വാരത്തിൻ്റെ ചുറ്റിലും വെച്ചു. ഉറുമ്പുകൾ അവയിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് വീട്ടിലെത്തിയ അയാൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആശ്രമത്തിലേക്ക് മടങ്ങി. അയാളെ കണ്ട് ഗുരുവിന് വലിയ ആശ്ചര്യമായി. അയാളോട് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ ദിവസങ്ങളിലെ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു. തൻ്റെ ശിഷ്യൻ്റെ ദയയാണ് മരണത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സഹായകമായത് എന്ന് ഗുരുവിന് മനസ്സിലായി. നാം മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ നമ്മെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ കുറേ പണം ചതിയിലൂടെ കൈവശമാക്കാൻ നമുക്കൊരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്നാൽ അങ്ങനെ ലഭിക്കുന്ന നേട്ടത്തേക്കാൾ എത്ര വലിയ നഷ്ടമാണ് നാം നമുക്ക് തന്നെ വരുത്തുന്നത്. എന്തെന്നാൽ ഒരാളിലെ മനുഷ്യത്വം നശിക്കുന്നു. ആ ദുഷ്ടഹൃദയം ഏറ്റവും വലിയ വിനാശം വരുത്തുന്നത് ആ ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് തന്നെയാണ്. സ്നേഹവും ദയയും മനസ്സലിവും വിശ്വസ്തതയുമുള്ള ഹൃദയം വലിയ സമ്പാദ്യമാണ്. സദ്ഗുണങ്ങളാൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകാൻ നമുക്കും സാധിക്കട്ടെ.